ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. യെസ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലത്തൂരിലെ കൊലപാതകം, പ്രതി വൈശാഖൻ്റെ കൺഫസൊക്കെ നമ്മൾ കേട്ടു. ഏത് രീതിയിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം പ്രതി വൈശാഖന് കൂടുതൽ ആളുകളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ, ഒപ്പം ആ പെൺകുട്ടി കൗൺസിലർക്ക് നൽകിയ, അതായത് അവരെ കൗൺസിൽ ചെയ്ത കൗൺസിലറോട് പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ഡയറി കുറിപ്പുകളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ആ രീതിയിൽ ഏത് രീതിയിലാണ് പോലീസിൻ്റെ അന്വേഷണം നിലവിലെത്തി നിൽക്കുന്നത്? വിനിഷ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതി വൈശാഖനുമായുള്ള ചോദ്യം ചെയ്യൽ അത് ഏറെക്കുറെ പൂർത്തിയായി. ഇയാളെ ഈ ഫെബ്രുവരി, നാളെ വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ തുടരുന്നത്. എന്നാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായ സ്ഥിതിക്ക് ഇയാളെ കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കുകയും ജയിലിലേക്ക് മാറ്റുകയുമായിരുന്നു. പോലീസ് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈശാഖൻ മാത്രമാണ് ഈ കേസിലെ പ്രതി. കഴിഞ്ഞ 24-ാം തീയതിയാണ് ഈ പെൺകുട്ടിയെ ഇയാളുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി, നമുക്ക് ഒരുമിച്ച് മരിക്കാം, തങ്ങളുടെ ബന്ധം ഭാര്യ അറിഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഈ യുവതിയെ കബളിപ്പിക്കുകയും ജ്യൂസിൽ ഉറക്ക ഗുളിക നൽകി പാതി അബോധാവസ്ഥയിലാക്കി കയറിൽ കെട്ടിത്തൂങ്ങാൻ ആവശ്യപ്പെട്ട് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. പോലീസ് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമ കൂടിയാണ്. കാരണം ഈ യുവതി മരിച്ച ശേഷവും ഇയാൾ ഈ യുവതിയുമായി ലൈംഗിക ബന്ധം നടത്തി എന്ന കാര്യമാണ് ഈ കൊലപാതകത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞെട്ടിക്കുന്നതാക്കി മാറ്റിയത്. അതുമാത്രമല്ല വിനിഷ, 10 വർഷത്തോളം കാലമായി ഇയാൾ പ്രണയം നടിച്ച് ഈ യുവതിയെ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. ഭാര്യയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഈ യുവതി എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ഇയാൾ മറ്റു സ്ത്രീകളുമായി വഴിവിട്ട ബന്ധം ആരംഭിച്ചതോടുകൂടി അത് ഈ സ്ത്രീ തിരിച്ചറിയുകയും അതിനുശേഷമാണ് ഇവരുടെ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും തങ്ങളുടെ ഈ പ്രതി വൈശാഖൻ്റെ ഭാര്യയെ എല്ലാ കാര്യങ്ങളും ധരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അതാണ് ഇയാളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇയാൾ പിന്നീട് ഈ യുവതിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന പദ്ധതികളൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഈ യുവതിയോ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഭാര്യയാണ് ആദ്യം ഇയാൾ വിളിച്ചു പറഞ്ഞത്. ഭാര്യ ഇങ്ങോട്ടേക്ക് എത്തുകയും ഭാര്യയും ഇയാളും ചേർന്നാണ് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയതും. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ അസ്വാഭാവിക മരണമായതിനാൽ എലത്തൂർ പോലീസിനെ അറിയിക്കുകയും ഉടൻ തന്നെ എലത്തൂർ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും ക്രൈം സീൻ സീസ് ചെയ്യുകയായിരുന്നു. ഇതാണ് ഇയാളുടെ പ്ലാനിംഗ് ഒക്കെ തെറ്റിച്ചത്. അതായത് ഈ കടയുടെ തൊട്ട് മുമ്പിൽ CCTV ഉണ്ടായിരുന്നു. ഈ CCTVയിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല വിത്ത് ഓഡിയോ, ഈ സംഭാഷണം അടക്കം, ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളടക്കം ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നത്. രണ്ടാമത്തെ കാര്യം മിൻഷ പറഞ്ഞ പോലെ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ 10 വർഷത്തെ നടന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രതി വൈശാഖൻ തന്നെ ഏത് സമയവും അപായപ്പെടുത്തുന്ന എന്ന കാര്യമടക്കം ഈ യുവതി ഡയറിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതും പോലീസിന് ലഭിച്ചത് കേസ് അന്വേഷണത്തിൽ നിർണായകമായി. ഏതായാലും മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ പ്രതി വൈശാഖൻ ഈ യുവതിയുടെയും ഒപ്പം തന്നെ തൻ്റെ ഭാര്യയുടെയും മൊബൈൽ ഫോണിൽ മൊബൈൽ ട്രാക്കിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഇവരെന്തൊക്കെ ചെയ്യുന്നു, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടോ, ഫോൺ വിളിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളടക്കം നിരീക്ഷിക്കാൻ വേണ്ടി ഇരുവരുടെയും ഫോണിൽ മൊബൈൽ ട്രാക്കിംഗ് ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ യുവതിയുമായുള്ള ബന്ധം ഉലയാതിരിക്കാൻ, ഇയാളൊരു കടുത്തൊരു അന്ധവിശ്വാസി കൂടിയാണ്, ബന്ധം ഉലയാതിരിക്കാൻ വേണ്ടി തെക്കൻ ജില്ലകളിലൊക്കെ പോയി ഇയാൾ ആഭിചാര ക്രിയകളൊക്കെ ചെയ്തിരുന്നു എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ നാളെ വരെയാണ് ഇയാളെ കസ്റ്റഡിയെങ്കിലും ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. തനിക്കിപ്പോൾ ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്. ഇപ്പോഴും ഇയാൾ കൊലക്കുറ്റം സമ്മതിച്ചില്ല എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഒരുമിച്ച് മരിക്കാൻ തന്നെയായിരുന്നു പദ്ധതി ഇട്ടത് എന്നാണ് ഈ പ്രതി വൈശാഖൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോൾ പ്രതി വൈശാഖൻ മാത്രമാണ് ഏക പ്രതി. വിനിഷ.